പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ നാമത്തിൽ അവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്ന് ചിന്തിക്കാം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. വചനം പറയുന്നു, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശുവിനെ സൂക്ഷിച്ചു നോക്കിയാൽ യേശുവിൻ്റെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കും. യേശുവിനെ അധികം നാം ശ്രദ്ധിച്ചാൽ യേശുവിനെ നാം ഫോളോ ചെയ്യാൻ തുടങ്ങും. യേശു എങ്ങനെ നടന്നുവോ അതേപോലെ നടക്കുവാൻ ഒരു ആഗ്രഹമുണ്ടാകും. യേശു എങ്ങനെയാണ് ഭൂമിയിൽ നടന്നത്, യേശു ആരെയാണ് ഫോളോ ചെയ്തത്, യേശു ആരുടെ ഇഷ്ടമാണ് ഭൂമിയിൽ ചെയ്തത്. വചനം പറയുന്നു, യേശു പറയുന്നു, ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്യുവാനല്ല ഞാൻ വന്നത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് ഞാൻ ഭൂമിയിൽ വന്നതെന്ന് യേശു കർത്താവ് പറയുന്നു. എന്തായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം? ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിതാവിൻ്റെ ഏറ്റവും ഇഷ്ടം സൃഷ്ടിപ്പ്, ക്രിയേഷനായിരുന്നു. ആദിയിൽ ദൈവം സൃഷ്ടിപ്പ് നടത്തി, ക്രിയേഷൻ നടത്തി. അപ്പം പിതാവ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ക്രിയേഷനായിരുന്നു. 1-ാം ദിവസവും 2-ാം ദിവസവും 3-ാം ദിവസവും ദൈവം ഓരോ ദിവസവും ക്രിയേഷനായിരുന്നു നടത്തിയിരുന്നത്. സസ്യങ്ങളെയും മത്സ്യങ്ങളെയും സമുദ്രത്തെയും സകല സൃഷ്ടികളെയും ദൈവം സൃഷ്ടിച്ചു. അതാത് ദിവസം ഓരോ ദിവസവും ദൈവം സൃഷ്ടിപ്പ് നടത്തി. സൃഷ്ടിപ്പിൻ്റെ അവസാന ദിവസം ദൈവം തൻ്റെ ഇമേജിൽ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ അതേ ഇമേജിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഈ സൃഷ്ടിയുടെ സമയത്ത് യേശു എവിടെയായിരുന്നു? യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പം ആദിയിൽ വചനമാകുന്ന യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. വചനം ജഡം ധരിച്ച് ഭൂമിയിലേക്ക് വന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. സകലവും യേശു മുഖാന്തരം ഉളവായതൊന്നും യേശുവിനെ കൂടാതെ അല്ല ഉളവായത്. അപ്പം സൃഷ്ടി നടത്തിയപ്പോൾ, ദൈവം ക്രിയേഷൻ നടത്തിയപ്പോൾ, സകലതും സൃഷ്ടിച്ചപ്പോൾ യേശു പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, യേശു പിതാവിനോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം പിതാവിൻ്റെ സ്വഭാവം യേശു മനസ്സിലാക്കി. ക്രിയേഷനാണ് പിതാവിൻ്റെ സ്വഭാവം. പിതാവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ക്രിയേഷനായിരുന്നു. അതേ സ്വഭാവം തന്നെ യേശു ഭൂമിയിൽ വന്ന് തുടർന്നു. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. നമുക്ക് കാണുവാൻ സാധിക്കുന്നു യേശു കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതം തന്നെ കാനാവിലെ വിവാഹത്തിന് വാട്ടറിൽ നിന്ന് യേശു വൈനിനെ ക്രിയേറ്റ് ചെയ്തു. വാട്ടറിൻ്റെ സ്വഭാവത്തെ മാറ്റി. യേശു ചെയ്തത് അത്ഭുതങ്ങളും അടയാളങ്ങളും. മുടന്തരെ സൗഖ്യമാക്കി. കണ്ണില്ലാത്തവർക്ക് ദൈവം, യേശു കർത്താവ് കണ്ണിനെ സൃഷ്ടിച്ചു കൊടുത്തു. ഈ പിതാവിൻ്റെ അതേ ക്യാരക്ടർ തന്നെ യേശു കർത്താവ് ഈ ഭൂമിയിൽ തുടർന്നു. നമുക്കറിയാം, ലാസറിൻ്റെ കല്ലറയിലേക്ക് കടന്നു നിന്ന് മരിച്ച് 4 ദിവസമായ ലാസറിനെ യേശു കർത്താവ്, ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ച നിമിഷം മരിച്ചവൻ ജീവനുള്ള ദേഹിയായിട്ട് പുറത്തു വന്നു വചനം പറയുന്നു. 4 ദിവസം നാറ്റം വമിച്ചുവെന്ന് അവിടെ നിന്ന് ലാസറിൻ്റെ സഹോദരിമാർ ഉൾപ്പെടെ പറഞ്ഞു. എന്നാൽ യേശു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാണ് ഭൂമിയിൽ വന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുവാനും, കുരുട്ടുകണ്ണുകളെ തുറക്കുവാനും, ബന്ധനസ്ഥരെ വിടുവിക്കുവാനും. അതിനുവേണ്ടി യേശു വന്നത്. യേശു ലാസറിനെ മരണത്തിൽ ജീവനിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. ഫ്രം ഡെത്ത് ടു ലൈഫ്. മരണത്തിൽ നിന്ന്, മരിച്ചു എന്ന് പറഞ്ഞ് വിധി എഴുതിയതിനെ, തീർന്നു അടക്കി എന്ന് പറഞ്ഞതിനെ യേശു ഇതാ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. യേശു ഇതാ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്നു. ഹല്ലേലൂയ. പിതാവിൻ്റെ അതേ ക്യാരക്ടർ യേശു കർത്താവ് ഭൂമിയിൽ കാണിച്ചു. യേശു മരിച്ച് 3-ാം ദിവസം പിതാവായ ദൈവം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 10-ാം അധ്യായം 40-ാം വാക്യം പറയുന്നു, ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവം യേശുവിനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരിച്ചു അടക്കി എന്ന് പറഞ്ഞ് എല്ലാവരും കല്ലറയ്ക്ക് സീലും വെച്ച് മാറിപ്പോയി. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു യേശു കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നത് ദൈവത്തിൻ്റെ
പ്ലാനിലുള്ള കാര്യമായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ ദൈവം യേശുവിനെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവന്നു. ഫ്രം ഡെത്ത് ടു ലൈഫ്. മരിച്ച അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് യേശു വന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, യേശു കർത്താവ് കല്ലറയിലല്ല, യേശു മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. യേശു ഇന്ന് ജീവനോടെ നമുക്ക് വേണ്ടി ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു പിതാവിൻ്റെ ഇഷ്ടം ഭൂമിയിൽ ചെയ്തു. അതേപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർ അതേ സ്വഭാവം തന്നെ തുടർന്നു. അവർ അത് തന്നെ കണ്ട് വളർന്നു. അവർ യേശു ചെയ്തത് എന്താ കണ്ടത്? രോഗികളെ സൗഖ്യമാക്കുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുന്നതുമാണ് ശിഷ്യന്മാർ കണ്ടത്. അവരും അത് തന്നെ തുടർന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലർ അതിൻ്റെ 3-ാം അധ്യായത്തിൽ കാണുന്നു, പത്രോസും യോഹന്നാനും മുടന്തനെ സൗഖ്യമാക്കുന്നു. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ഇരുന്നിരുന്ന ആ അമ്മയുടെ ഉദരം മുതൽ മുടന്തനായിരുന്ന വ്യക്തിയെ പത്രോസും യോഹന്നാനും കടന്നു ചെന്ന് അവർ പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നസറേനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ആ മകൻ എഴുന്നേറ്റ് നടന്നു. കാലുകൾ ഉറച്ചു. അതുവരെ ഉറയ്ക്കാതിരുന്ന കാലുകൾ യേശുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ യേശുവിൻ്റെ സ്വഭാവം അവരിലേക്ക് വന്നു. യേശുവിൻ്റെ ആത്മാവ് അവരിൽ വന്നു. പരിശുദ്ധാത്മാവ് അവരിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരും യേശു ചെയ്തത് ചെയ്യുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെല്ലാം ഫിലിപ്പോസ് അത്ഭുതങ്ങൾ ചെയ്യുന്നു. അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 9:36 നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പത്രോസ് തബീദായെ ഉയർപ്പിക്കുന്നു. മരിച്ച പെൺകുട്ടിയാണ് തബീദായെ പത്രോസ് ഉയർപ്പിക്കുന്നു. ഫ്രം ഡെത്ത് ടു ലൈഫ്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്നു. മരിച്ചു എന്ന് പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ജീവനിലേക്ക് അപ്പോസ്തലന്മാരും കൊണ്ടുവന്നു തുടങ്ങി. അപ്പോസ്തലരുടെ വാക്കിൻ്റെ ശക്തിയാൽ രോഗികൾ സൗഖ്യമാകുന്നു. അപ്പോസ്തലന്മാരുടെ വാക്കുകളാൽ മാനസാന്തരം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു, പൗലോസ് യൂത്തിക്കോസിനെ ഉയർപ്പിക്കുന്നു. ആ അപ്പോസ്തലന്മാർ യേശു ചെയ്ത അതേ ക്യാരക്ടർ ഈ ഭൂമിയിൽ തുടർന്നു. ഇന്ന് തന്നെ ശ്രദ്ധിക്കുക ദൈവജനമേ, ദൈവത്തിൻ്റെ അതേ സ്വഭാവം, ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന യേശു കർത്താവ് സൃഷ്ടി കണ്ട് അത് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ആ സ്വഭാവം യേശു കർത്താവ് ഭൂമിയിൽ ചെയ്തു. സൃഷ്ടിപ്പുകൾ നടത്തി. പിശാച് ബന്ധിച്ചിരുന്നതിനെ വിടുവിച്ച് സ്വതന്ത്രമാക്കി. ദൈവത്തിൻ്റെ ഇഷ്ടം യേശു കർത്താവ് ഭൂമിയിൽ ചെയ്തു. അതുപോലെ തന്നെ യേശുവിൻ്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാർ അതുതന്നെ തുടർന്നു. ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവജനമേ, നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് സകലതും സാധിക്കും. യേശുവിൻ്റെ നാമം പറഞ്ഞാൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിലാണ് അപ്പോസ്തലന്മാർ രോഗികളെ സൗഖ്യമാക്കിയത്. ഇന്ന് ആ നാമത്തിന് ശക്തി കുറഞ്ഞിട്ടില്ല. അതേ പവർ നമ്മുടെ മേലുണ്ട്. അതേ അധികാരം നമ്മുടെ മേലുണ്ട്. ആ അതോറിറ്റി ഇന്ന് പകൽ തിരിച്ചറിയുക. എൻ്റെ മേൽ അതേ അതോറിറ്റി തന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തുണ്ട്. യേശു എൻ്റെ കൂടെയുണ്ട്. ആയതിനാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്താണ് വേണ്ടുന്നത് അതുള്ള അധികാരത്തോടുകൂടി ദൈവം എന്നെ ഭൂമിയിൽ നിർത്തിയിരിക്കുകയാണ്. രോഗികളെ സൗഖ്യമാക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ നമ്മെ ഓരോരുത്തരെയും നിർത്തിയിരിക്കുകയാണ്. ആ ഒരു തിരിച്ചറിവ് ഇന്ന് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. നിങ്ങൾ സാധാരണക്കാരല്ല എന്നുള്ളൊരു തിരിച്ചറിവ്. ദൈവത്തിൻ്റെ അതേ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആയതിനാൽ സാധാരണക്കാരല്ല, ഒരു അസാധാരണക്കാരനായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.